പ്രവിത ലക്ഷ്മിയിലേക്ക് പോകാം. അവിടെ തമിഴ് സൂപ്പർ സ്റ്റാർസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. തമിഴ് സൂപ്പർ സ്റ്റാർസ് പ്രവിത പരിചയപ്പെടുത്തൂ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ് കെ. ഞാൻ മുൻപ് കുട്ടൂസനെയും ലുട്ടാപ്പിയൊക്കെ കാണിച്ചെങ്കിൽ ഇവിടെ ഇപ്പൊ തമിഴ് സൂപ്പർ സ്റ്റാർസ് ആണ് നിൽക്കുന്നത്. ഹലോ ചേട്ടാ, നമസ്കാരം. പേരെന്താ? എന്റെ പേര് വിഷ്ണു. അതെ, എത്ര നാളായി ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി? ഓണോട്ടായി. അതെ, ഇപ്പൊ ഭയങ്കര വെയിറ്റ് അല്ലേ ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എവിടുന്നാ വരുന്നത്? നമ്മൾ പാടിപ്പള്ളി. അതെ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരാളുണ്ട്, രജനീകാന്ത് ആണ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണ്. ഹലോ, എന്താ പേര്? ശരത്ത്. ശരത്ത് എവിടുന്നാ വരുന്നത്? എവിടുന്നാ വരുന്നത്? സ്ഥലം എവിടെയാ? തിരുവനന്തപുരം. അപ്പൊ നിങ്ങൾ പല നാടുകളിൽ നിന്നുള്ള ആളാണ്. ഇവിടെ ഒരാള് നിൽക്കുന്നുണ്ട്. ഹായ്, നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചു കൊടുക്കോ. ഇവിടെ ഉണ്ട്. ആരുടെ വേഷം കിട്ടി? ആരുടെ വേഷ? അതെ, ഇവിടെ ഭയങ്കര ബഹളമാണ് എസ് കെ. നമ്മള് ഈ പറഞ്ഞ പോലെ തമിഴ് സൂപ്പർ സ്റ്റാർസ് കണ്ടോ? ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുൻപ് നമ്മൾ കുട്ടൂസനെയും ലുട്ടാപ്പിയും ഡാഗിനിയും ഒക്കെ കണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് ബാൻഡ് മേള നടക്കുന്നുണ്ട്. അവിടെ കാവടി തുള്ളുന്നുണ്ട് ആളുകൾ. പുലിക്കളിക്കുള്ള ആളുകൾ ഒരു സൈഡിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നൃത്തമുണ്ട്. അതിനുള്ള ആളുകളൊക്കെ ഒരു സൈഡിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം രാവിലെ പറഞ്ഞല്ലോ, അത്രയധികം ആളുകളെ ഇവിടെ കാണുന്നില്ല. പക്ഷേ ഇവരൊക്കെ ഓരോ ഇടത്ത് ഒരുങ്ങി പിന്നീട് ഈ അത്തം നഗരത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇങ്ങനെ നിറയെ ആളുകളാണ് ഇവിടെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവരെ സംബന്ധിച്ച് ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഇപ്പോഴും കുട്ടികൾ ഇവിടെയൊക്കെ വന്ന് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ ഓണം എന്ന് പറയുന്നത് ഒരു കളർഫുൾ ഫെസ്റ്റിവൽ ആണല്ലോ. അതിനനുസരിച്ച് ഒരുപാട് ആളുകൾ, ഒരുപാട് തരത്തിലുള്ള ഫ്ലോട്ടുകളുമായി കലാകാരന്മാർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് തൃപ്പൂണിത്തുറയിൽ നിന്ന് അല്ലാതെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഇനിയിപ്പോൾ 9 മണിക്ക്, ഇപ്പോൾ 8:40 9 മണിക്ക് കൃത്യം ഈ പരിപാടികളെല്ലാം തുടങ്ങുകയാണ്. ഒപ്പം തന്നെ അതിനുശേഷമായിരിക്കും ഘോഷയാത്ര ആരംഭിക്കുക. ഘോഷയാത്രയിൽ മഹാബലി, നഗാര, പല്ലക്ക്, നാഗസ്വരം, തകിൽ, ആന, പഞ്ചവാദ്യം, മഹാബലി, അങ്ങനെ ഒരുപാട് വർണ്ണശബളമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇനി നേരിട്ടെത്താൻ സാധിക്കാത്ത ആളുകൾക്ക് നമ്മുടെ 24-ലൂടെ ഈ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും.